എടുത്താൽ കേട്ടോ. ഇത് പട്ടാമ്പി കൂട്ടുപാത നെല്ലിക്കാട്ടിരിയിൽ എൻ്റെ വീട്ടിലൊരു തെല്ല് തേനീച്ച കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായി നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോൾ അബ്ബാസ് ഖാനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കൈപ്പുറത്തുനിന്ന്. അബ്ബാസ് ഖാ പ്രശസ്തനായ ഒരു പാമ്പ് പിടുത്തക്കാരനാണ്, ഒരു റെസ്ക്യൂറാണ് അദ്ദേഹം. അതാണ് വന്നിട്ടുള്ളത്. അത് മൂപ്പരത് എടുക്കുകയാണ്. ആ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് വലിയ പെരുന്തേനീച്ച കൂടായിരുന്നു. നമ്മൾ സാധാരണ വളർത്തുന്ന ഈച്ചല്ല, വലിയ ഈച്ച എന്ന് പറഞ്ഞാൽ കാട്ടീച്ച എന്നൊക്കെ പറഞ്ഞാൽ വലിയ തേനീച്ചയാണിത്. അപ്പോൾ കണ്ടമാനം ഈച്ച ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയില്ല, കാരണം ഈച്ച ഒന്ന് പറക്കും. അപ്പോൾ ഈച്ചനെ നമ്മൾ മാറ്റിയതിന് ശേഷം തേനിൻ്റെ അട കട്ട് ചെയ്ത് എങ്ങനെയാണ് നാച്ചുറൽ തേൻ എന്നുള്ളതൊന്ന് നമുക്ക് കാണിക്കാം. അത് നിങ്ങൾ വീഡിയോസിൽ കാണാം. ഇതാ ഈ ഭാഗമാണ് കംപ്ലീറ്റ് തേന്. ഈ ഷെല്ല് ഇങ്ങനെ വീർത്തിരിക്കുന്നത് കാണാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാം. ഇതാണ് കംപ്ലീറ്റ് ഈച്ചകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ അതൊക്കെ നമ്മൾ മയക്കണതാണത്. അതൊക്കെ മയക്കി കളഞ്ഞു. ഇനി അവരതാണ്ട് പാറിപ്പോവും. ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഷെല്ലിലൊന്നും തേനുണ്ടാവില്ല, മേലത്തെ ഈ വീർത്തിരിക്കുന്ന ഷെല്ലിലുണ്ടാവുക. അപ്പോൾ ഇതിന് ഞാനിതാ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇത് തേനില്ലാത്ത ഷെല്ലാട്ടോ. ഇല്ലാത്തതിനെ ആദ്യം ഒഴിവാക്കുക. അത് അതിൽ തേനുണ്ടാവില്ല. ഈ ഒറ്റിച്ചാടുന്നതാണ് തേന്. കണ്ടോ കണ്ടോ, ഇതാണ് നാച്ചുറൽ തേൻ കേട്ടോ. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പഞ്ചസാര വെള്ളം എന്നൊക്കെ പറയും. നമ്മളിത് ശരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കലർപ്പില്ലാത്ത തേന്. ഇത് ഇളം തേനാണ് ഇങ്ങനെ വരിക. ഇളം തേന് ഇങ്ങനെ പച്ചവെള്ളമായിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇനി ഇത് വലിയൊരു അടാണ്. കണ്ട കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. കണ്ടാ മഴ പെയ്യണ മാതിരി പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടാ നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങാൻ കിട്ടാത്ത സാധനമാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണിത്. ഇത് നമുക്ക് ഇങ്ങനെ പീസാക്കി എടുക്കാം. അല്ലേ, എന്താ വെയിറ്റ് എന്നറിയാം. ആ ഷെല്ല് നിങ്ങൾ കണ്ടില്ല, വെള്ള കളറാണ് വരിക. ഇതാ ഒറ്റിച്ചാടണം കേട്ടോ. ഈ വരുന്നതൊക്കെ അത് തന്നെയാണ് തേനാണ്. ഈ ഒറ്റിച്ചാടിയും കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ തേനീച്ച ഡേഞ്ചർ അല്ലേ സാറ്? ഇത് ഡേഞ്ചറാണ്. ഇതൊരു പത്തനത്തിന്റെ മേലെ കുത്തിക്കഴിഞ്ഞാൽ ആള് മരണം സംഭവിക്കും. അങ്ങനെ പെട്ടെന്ന് ഇതാണ് ചില ആദിവാസികൾക്കൊക്കെ കുത്തുകൊണ്ടിട്ട് മരണം സംഭവിക്കണേ. തേനെടുക്കാൻ പോകുമ്പോഴൊക്കെ എടുക്കലേ. ഞാൻ പിന്നെന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, പച്ചപ്പകല് വന്നിട്ടാണ് ഞാനിവിടെ വന്നെടുത്തത്. കണ്ടില്ലേ? ഏകദേശം ഇപ്പൊ എത്ര മണിയായിട്ടുണ്ടാവുള്ളൂ? 2:30 മണിക്കാണ്. ചിലവർ വരെ ഇരുട്ടുള്ള സമയത്ത് വന്നെടുക്കണം. ഞാൻ പ്രാക്ടിക്കലുള്ള ആളാണ്. പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്കാണ് ഇത്രയും ഈച്ചയുടെ. ഇപ്പൊ ഈ ഒരു ഈച്ചയുടെ വലിപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഈ വലിപ്പാണ് ഈ ഈച്ച വരാം. ഇതാണ് പെരുന്തേനീച്ച, കാട്ടീച്ച എന്ന് പറയുന്നത്. 10 എണ്ണൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മരണം സംഭവിക്കുന്ന സാധനമാണത്. അപ്പോൾ ഇതിന്നാണ് നമ്മൾക്ക് ഈ കിട്ടിയ തേനൊക്കെ. ഇത് കണ്ടില്ല, തേനിൻ്റെ തേൻ കംപ്ലീറ്റ് നാച്ചുറൽ തേൻ കേട്ടോ. ഇതാ ഇനിയും കുറച്ചും കൂടി ഉണ്ട് ഇതിൽ. അതും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ടാണ് എടുക്കാം. ഇനി ഇത് കഴിക്കണ വീഡിയോസ് നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇത് പാത്രത്തിൽ ഫുള്ളായിട്ടോ. അതിങ്ങോട്ട് കൈ കൊണ്ട് ഞെക്കാണ്ട് കിട്ടും. അല്ല ഞെക്കിയിട്ട് ഒന്നും തരില്ല. അതൊക്കെ കംപ്ലീറ്റ് പൂട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫുൾ ഗ്യാരണ്ടിയാണിത്. നമ്മൾ എടുക്കണ പണി അങ്ങനല്ലേ. ഇപ്പൊ ഇതിന്റെ സീസണാണ്. ഇപ്പൊ ഈ സമയത്ത് ഇതിന്റെ സീസണാണത്. അപ്പോൾ അവിടെയും വൃത്തിയായി, നമ്മുടെ ഭാഗ്യം വൃത്തിയായി. അത് വേണ്ട, അത് കാര്യം അതൊന്നും ചെയ്യണ്ട. ഇത് കാലി ഷെല്ലാണ് കട്ട് ചെയ്തിട്ട് അടുത്തത്. ഈ തേന നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. രണ്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ടോ?